നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ടി ഡി എസ്. ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കളക്ഷൻ ഓഫ് ടാക്സ് ഫ്രം ദി വെരി സോഴ്സ് ഓഫ് ഇൻകം. അതായത് ഇൻകത്തിന്റെ സോഴ്സിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടി ഡി എസ് എന്ന് പറയുന്നത്. ഏതൊരു പേഴ്സൺ ആണോ പേയ്മെന്റ്സ് നടത്താൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ആ ഒരു പേഴ്സണായിരിക്കും ടാക്സ് ഡിഡക്റ്റ് ചെയ്യുകയും ആ ഒരു ടാക്സ് ഗവൺമെന്റിലേക്ക്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് റെമിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന പേഴ്സണെ നമ്മൾ ഡിഡക്റ്റർ എന്ന് പറയും. പിന്നെ ഏതൊരു പേഴ്സന്റെ ഇൻകത്തിന്റെ മുകളിലാണോ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പേഴ്സണെ നമ്മൾ ഡിഡക്റ്റി എന്ന് പറയും. ഈ ഡിഡക്റ്റിക്കാണ് ഡിഡക്റ്റർ ടാക്സ് ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പേയ്മെന്റ്സ് ഡിഡക്റ്റിക്കാണ് ഡിഡക്റ്റർ പേ ചെയ്യുന്നത്. ഇനി ടി ഡി എസിന്റെ മീനിങ്. ടി ഡി എസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഏതൊരു പേഴ്സൺ ആണോ പേയ്മെന്റ്സ് നടത്താൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്, പേയ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സാലറി, കമ്മീഷൻ, പ്രൊഫഷണൽ ഫീസ്, ഇൻട്രസ്റ്റ്, റെന്റ്, ഇതൊക്കെയാണ് പേയ്മെന്റ്സിൽ പെടുന്നത്. അപ്പോൾ ഏതൊരു പേഴ്സൺ ആണോ പേയ്മെന്റ്സ് നടത്താൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ആ ഒരു പേഴ്സൺ തന്നെയാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റിലെ ടാക്സ് റെമിറ്റ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പേയ്മെന്റ്സ് ആയിരിക്കും റിസീവറിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഈ ടി ഡി എസ് ആ ഒരു പേയ്മെന്റ്സ് നടത്തുന്ന ടൈം തന്നെയായിരിക്കും ഡിഡക്റ്റ് ചെയ്യുക. പിന്നെ പറയുന്നത് ഡയറക്റ്റ് ടാക്സേഷൻ മെക്കാനിസത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇത് ഇൻകത്തിന്റെ അണ്ടറിൽ വരുന്ന വാരിയസ് ഹെഡ്സിന്റെ കേസിലും ആപ്ലിക്കബിൾ ആണ്. പിന്നെ പറയുന്നത് ഈ ടി ഡി എസ് ടാക്സ് ഇവേഷൻ ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ടാക്സ് പേയേഴ്സിന്റെ ടാക്സ് ബർഡൻ, ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഒക്കെ റെഡ്യൂസ് ചെയ്യും, അതേപോലെ ഗവൺമെന്റിലേക്കുള്ള റവന്യൂവിന്റെ ഫ്ലോയിനെ ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇവിടെ ഒരു നേച്ചർ ഓഫ് പേയ്മെന്റ് ഉണ്ട്, അതായത് പ്രൊഫഷണൽ ഫീസ് ആണ്. റേറ്റും തന്നിട്ടുണ്ട് 10%. ഇവിടെ XYZ ലിമിറ്റഡ് മിസ്റ്റർ എ ബി സിക്ക് പ്രൊഫഷണൽ ഫീസായിട്ട് 50,000 രൂപയാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റേറ്റ് തന്നിട്ടുണ്ട് 10%. അപ്പോൾ 50,000ന്റെ 10% നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് 5,000 രൂപ കിട്ടും. ആ 50,000ത്തിൽ നിന്ന് ആ 5,000 ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് 45,000 രൂപയായിരിക്കും XYZ എ ബി സിക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഈ ഡിഡക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന 5,000 രൂപയാണ് XYZ ഗവൺമെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ടി ഡി എസ് ആണ്. ഈ ടി ഡി എസ് എന്ന് പറയുന്നത് നമ്മുടെ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടി ഡി എസ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റിന്റെ കേസിലായാലും ടാക്സ് പേയേഴ്സിന്റെ കേസിലായിരിക്കും ആയാലും ഗവൺമെന്റിനും ടാക്സ് പേയേഴ്സിനും ഈ ടി ഡി എസ് ബെനിഫിറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഒന്ന്, ടാക്സ് ഇവേഷന്റെ ചാൻസസ് റെഡ്യൂസ് ചെയ്യും, കാരണം ഇത് ടാക്സ് സോഴ്സിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ടാക്സ് ഇവേഷന്റെ ചാൻസ് റെഡ്യൂസ് ചെയ്യും. പിന്നെ ഗവൺമെന്റിലേക്കുള്ള റവന്യൂവിന്റെ സ്റ്റഡി ഫ്ലോയിന് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് ഇതൊരു ടാക്സ് കളക്ഷൻ ബേസ് ആണ്, അതായത് ഏതൊരു പേഴ്സണും ഒരു വേയിൽ അല്ലെങ്കിൽ അതർ ഫോമിൽ ടി ഡി എസ് പേ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇൻഡിവിജ്വൽസിന് ഇത് കൺവീനിയൻ്റ് ആണ്, കാരണം ഈ ഒരു ടി ഡി എസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽസിന് ഇതൊരു കൺവീനിയൻ്റ് ആണ്. ഇനി അടുത്ത ടോപ്പിക്, വെൻ ഷുഡ് ടി ഡി എസ് ബി ഡിഡക്റ്റഡ് ആൻഡ് ഹൂ ഈസ് ലയബിൾ ടു ഡിഡക്റ്റഡ്. ടി ഡി എസ് എപ്പോഴാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്, ആരാണ് ഇത് ഡിഡക്റ്റ് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ്, ഏതൊരു പേഴ്സൺ ആണോ പേയ്മെന്റ്സ് നടത്തുന്നത് ആ ഒരു പേഴ്സൺ തന്നെയാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ആ ഒരു പേയ്മെന്റ് നടത്തുന്ന ടൈമിൽ തന്നെ ആയിരിക്കണം അത് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിന്റെ കേസ് പറയുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിന്റെ കേസിൽ അവരവിടെ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സെക്കൻഡ് കേസും പറയുന്നത് ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിന്റെ കേസിലാണ്. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് 50,000ന്റെ മുകളിലായിട്ട് റെന്റ് പേ ചെയ്യേണ്ടി വന്നാൽ, 50,000 രൂപേൻ്റെ മുകളിലായി റെന്റ് പേ ചെയ്യേണ്ടി വന്നാൽ അവരവിടെ 5% ടി ഡി എസ് ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിന്റെ കേസിൽ അവർക്ക് 50,000 രൂപേൻ്റെ മുകളിലായിട്ട് റെന്റ് പേ ചെയ്യേണ്ടി വന്നാൽ അവർ 5% ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഈ ഒരു ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസ് ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ 5% ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ മാത്രമാണ് ഇവർ ലയബിൾ ആയിട്ടുള്ളത്. ഇനി തേർഡ് പറയുന്നത്, ഇപ്പം നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മുടെ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുക എംപ്ലോയർ തന്നെയായിരിക്കും. അതും ആ ഒരു ഇൻകം ടാക്സ് സ്ലാബ് റേറ്റിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ എംപ്ലോയർ തന്നെയായിരിക്കും ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുക.
ഇനി ബാങ്കിൻ്റെ കേസ് പറയുമ്പോൾ ഏത് ബാങ്കിലാണോ നമുക്കൊരു വർക്കിംഗ് അക്കൗണ്ട് ഉള്ളതെന്ന് വിചാരിച്ചാൽ ആ ബാങ്കിൽ നിന്നും 10% ആയിരിക്കും ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുക. ഇൻ കേസ് നമ്മളവിടെ നമ്മുടെ പാൻ ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ 10%-ൻ്റെ പകരം 20% ആയിരിക്കും ടി ഡി എസ് അവിടെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എല്ലാ പേയ്മെൻറ്റ്സിൻ്റെയും ടി ഡി എസ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ്. ഇനി ഫോർത്ത് പോയിന്റ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫ്സ് എംപ്ലോയർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടി ഡി എസ് നമ്മുടെ ഇൻകത്തിൻ്റെ മുകളിൽ ടി ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ലിമിറ്റിനെക്കാട്ടും ബിലോ ആണെങ്കിൽ നമുക്ക് എംപ്ലോയർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യില്ല. അതേപോലെ ബാങ്കിൻ്റെ കേസിൽ നമ്മൾ ഫോം 15G ആൻഡ് ഫോം 15H സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ടി ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യില്ല. അതായത് ഫോം 15G എന്ന് പറയുന്നത് ബിലോ 60 വയസ്സുള്ളവരും ഫോം 15H പറയുന്നത് എബോ 60 വയസ്സുള്ളവരും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ലിമിറ്റിൻ്റെ ബിലോയിൽ ആണെങ്കിലാണ് നമ്മൾ ബാങ്കിലേക്ക് ഈ രണ്ട് ഫോമും സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത്, അതായത് ഇൻ കേസ് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫ് ബാങ്കിലേക്കോ എംപ്ലോയറിലേക്കോ സബ്മിറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും നമ്മുടെ ടി ഡി എസ് ഇൻകത്തിൽ നിന്ന് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ റീഫണ്ടിന് വേണ്ടി ക്ലെയിം ചെയ്യാം. അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ ഈ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകത്തിൻ്റെക്കാട്ടും ബിലോ ആണെന്നുള്ള പ്രൂഫ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് ഡ്യൂ ഡേറ്റ്സ് ഫോർ ടി ഡി എസ് ആണ്. മന്ത്ലി ഡ്യൂ ഡേറ്റ്സ് ഫോർ പേയ്മെൻറ്റ് ടി ഡി എസ് ആണ്. ഇതിൽ പറഞ്ഞ ടി ഡി എസ് പേയ്മെൻറ്റും ടി ഡി എസ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതും രണ്ട് സെപ്പറേറ്റ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസിലും ഡ്യൂ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി ഡ്യൂ ഡേറ്റ്സ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ടി ഡി എസ് നോക്കാം. അതായത് ടി ഡി എസ് പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ ദി 7th ഓഫ് നെക്സ്റ്റ് മന്ത് ആണ്. ഓൺ ഓർ ബിഫോർ ദി 7th ഓഫ് നെക്സ്റ്റ് മന്ത്. അതായത് ഇപ്പോൾ നവംബറിലാണ് ഡിഡക്ടർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതെങ്കിൽ എന്താണ് ഈ ഒരു ഡിഡക്ടർ ഈ ഒരു ടാക്സ് പേ ചെയ്യേണ്ടത് ഡിസംബർ 7th-നോ 7th-ന് മുമ്പോ ആയിട്ടായിരിക്കണം. ഓക്കെ, അതായത് ഇപ്പം നവംബറിലാണ് ഡിഡക്ടർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് അതായത് ഡിസംബർ 7th-നോ 7th-ൻ്റെ മുമ്പോ ആയിട്ടാണ് ടി ഡി എസ് പേ ചെയ്യേണ്ടത്. ഈ ഒരു ടി ഡി എസ് പേയ്മെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ്സ് എല്ലാ ആസസീസിൻ്റെ കേസിൽ സെയിം ആണ്. അത് സാലറീഡ് ആവട്ടെ നോൺ സാലറീഡ് ആസസീസ് ആവട്ടെ അവരുടെ കേസിലും സെയിം ആണ്. ഗവൺമെൻറ് എംപ്ലോയീൻ്റെ കേസിലായാലും നോൺ ഗവൺമെൻറ് ആസസീസിൻ്റെ കേസിലായാലും ഇത് സെയിം ആയിരിക്കും. ഇനി ഒരു ഡ്യൂ ഡേറ്റ്സ്, അതായത് ഇവിടെ മന്തും ഡ്യൂ ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ടി ഡി എസ് തന്നിരിക്കുന്നത്. ഏപ്രിൽ ആണെങ്കിൽ 7th ഓഫ് മെയ്, മെയ് ആണെങ്കിൽ 7th ഓഫ് ജൂൺ, ജൂൺ ആണെങ്കിൽ 7th ഓഫ് ജൂലൈ, ജൂലൈ ആണെങ്കിൽ 7th ഓഫ് ഓഗസ്റ്റ്, ഓഗസ്റ്റ് ആണെങ്കിൽ 7th ഓഫ് സെപ്റ്റംബർ, സെപ്റ്റംബർ ആണെങ്കിൽ 7th ഓഫ് ഒക്ടോബർ, ഒക്ടോബർ ആണെങ്കിൽ 7th ഓഫ് നവംബർ, നവംബർ ആണെങ്കിൽ 7th ഓഫ് ഡിസംബർ, ഡിസംബർ ആണെങ്കിൽ 7th ഓഫ് ജാൻവരി, ജാൻവരി ആണെങ്കിൽ 7th ഓഫ് ഫെബ്രുവരി, ഫെബ്രുവരി ആണെങ്കിൽ 7th ഓഫ് മാർച്ച്, മാർച്ച് ആണെങ്കിൽ 13th ഓഫ് ഏപ്രിൽ. ഇനി ഹൗ ടു പേ ടാക്സ് ഡിഡക്റ്റഡ് ഓർ കളക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് സോഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തതോ ഡിഡക്റ്റ് ചെയ്തതോ നമ്മൾ എങ്ങനെയാണ് പേ ചെയ്യേണ്ടത്, അത് ഗവൺമെൻറ്റിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഇവിടെ രണ്ട് മോഡ്സ് ഓഫ് പേയ്മെൻറ്റ്സ് പറയുന്നുണ്ട്. ഒന്ന് ഇലക്ട്രോണിക് മോഡും ഒന്ന് ഫിസിക്കൽ മോഡും. അപ്പോൾ ഇലക്ട്രോണിക് മോഡിൽ ഈ ഒരു ഇ പേയ്മെൻ്റ് ആയിട്ട്, അതായത് ഇലക്ട്രോണിക് മോഡിൽ കമ്പൽസറി ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് ആരൊക്കെയെന്ന് വെച്ചാൽ ഓൾ കോർപ്പറേറ്റ് ആസസീസും സെക്ഷൻ 44AB ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ആസസീസും, അതിൽ കമ്പനി ഉൾപ്പെടില്ല, അല്ലാത്ത എല്ലാ ആസസീസുമാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ പേയ്മെൻറ്റ്സ് നടത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് www.tinsdl.com. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അതിൽ സർവീസസിൽ ഈ പേയ്മെൻറ്റ്സിൽ നമ്മൾ ടാക്സ് ഓൺലൈനായിട്ട് പേ ചെയ്യണം. ആ ഒരു ടാബിൽ ഒരു ഇ പേ ടാക്സസ് ഉണ്ടാവും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇനി സെക്കൻഡ് പറയുന്നത് നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ചലാൻ സെലക്ട് ചെയ്യണം.
ഇവിടെ പറയുന്നുണ്ട് IT NS 280, IT NS 281, IT NS 282, IT NS 283, IT NS 284 or Form 26 ക്യൂബ്. ഇതിൽ റെലവൻ്റ് ആയിട്ടുള്ള ചലാൻ സെലക്ട് ചെയ്യണം. ഇനി സ്റ്റെപ്പ് 3യിൽ പറയുന്നത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പാൻ ഓർ ടാൻ എൻ്റർ ചെയ്യുക. പിന്നെ പറയുന്നത് ടാക്സ് പേയറിൻ്റെ അഡ്രസ്സ്, ഏതൊരു ബാങ്കിലൂടെയാണ് പേയ്മെൻറ്റ്സ് നടത്തുന്നത് വെച്ചാൽ ആ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഇനി സ്റ്റെപ്പ് 4ൽ പറയുന്നത് നമ്മൾ ഈ ഡാറ്റാസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കൺഫർമേഷൻ സ്ക്രീനിൽ ഒരു കൺഫർമേഷൻ സ്ക്രീൻ, അതായത് നമ്മളിവിടെ ഡാറ്റാസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യും. ആ ഒരു കൺഫർമേഷൻ സ്ക്രീനിൽ നമ്മൾ ടാക്സ് പെയറിൻ്റെ ഫുൾ നെയിം ഡിസ്പ്ലേ ചെയ്തിരിക്കും. ഈ കൺഫർമേഷൻ സ്ക്രീൻ ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഈ ടാക്സ് പെയറിന് നേരെ നെറ്റ് ബാങ്കിങ് സൈറ്റ്, ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ആ നെറ്റ് ബാങ്കിങ് സൈറ്റിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആ ബാങ്ക് സൈറ്റിൽ എൻ്റർ ചെയ്യുക. പിന്നെ 7th സ്റ്റെപ്പ് പറയുന്നത് ഈ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരു ചലാൻ ഡിസ്പ്ലേ ആവും. ആ ചലാനിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഏത് ബാങ്കിലൂടെയാണ് ഈ പേയ്മെൻറ്റ് നടത്തിയതെന്നും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് മോഡിൽ വരുന്ന സ്റ്റെപ്സ്. ഇനി ഫിസിക്കൽ മോഡിൽ ഇത്രയേ ഉള്ളൂ. ഒരു ഓതറൈസ്ഡ് ബാങ്ക് ബ്രാഞ്ചിൽ ചലാൻ 281 പ്രൊഡ്യൂസ് ചെയ്യണം. ഓതറൈസ്ഡ് ബാങ്ക് ബ്രാഞ്ചിൽ ചലാൻ 281 പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഇതിലൊരു ചെറിയ നോട്ട് പറയുന്നുണ്ട്. അതായത് ഗവൺമെൻറ് ഓഫീസിൽ നിന്നാണ് ടാക്സ് കളക്ട് ചെയ്യുകയും ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഈ ടാക്സ് റെമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് ചലാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഡിഡക്ടർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് പേ and account officer or treasury officer or the check drawing and disbursing officer or any other person by whatever name called to whom the deductor reports the tax or deducted. അതായത് ഡിഡക്ടർ ഇപ്പോൾ പറഞ്ഞ പേഴ്സൺസിലേക്കാണ് ഡിഡക്ടർ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ആ ഒരു പേഴ്സൺസ് ആയിരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ആ ഒരു ടാക്സ് റെമിറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ആ ടാക്സ് റെമിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി സബ്മിറ്റ് ചെയ്യണം. അതായത് ഫോം നമ്പർ 24Gയും കൂടി സബ്മിറ്റ് ചെയ്യണം. ഇനി ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ TAN. TAN സ്റ്റാൻഡ്സ് ഫോർ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ. ഈ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ഒരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ്. ഏതൊരു പേഴ്സണാണോ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത് ആ ഒരു പേഴ്സണാണ് ഈ ഒരു ടാൻ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഈ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അലോട്ട് ചെയ്യുന്നത്. ഇനി TDS റിട്ടേൺ ആണ്. TDS റിട്ടേൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതൊരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ TDS ഡിഡക്റ്റ് ചെയ്തത്, ഡിപ്പോസിറ്റ് ചെയ്തതായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. TDS റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ TDS ഡിഡക്റ്റ് ചെയ്തത്, ഡിപ്പോസിറ്റ് ചെയ്തതുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. TDS ഡിഡക്ടർ ആണ് ഈ TDS റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. TDS ഡിഡക്ടർ ആണ് TDS റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഹൂ ഈസ് റിക്വയർഡ് ടു ഫയൽ TDS റിട്ടേൺ. ആരാണ് TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അതായത് ഏതൊരു ആസസി ആണോ TDS ഡിഡക്റ്റ് ചെയ്യുന്നത് ആ ഒരു ആസസി തന്നെയാണ് TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഏതൊരു ആസസി ആണ് TDS ഡിഡക്റ്റ് ചെയ്യുന്നത് ആ ഒരു ആസസി തന്നെയാണ് TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഈ TDS റിട്ടേണിൽ ഈ TDS റിട്ടേൺ നമ്മൾ ക്വാർട്ടർലി ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് വാരിയസ് ഡീറ്റെയിൽസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് TDS ഡിഡക്റ്റഡ്, ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്സ്, പാൻ ഓഫ് ഡിഡക്റ്റി, അങ്ങനെ വാരിയസ് ഡീറ്റെയിൽസ് ഈ TDS റിട്ടേണിൽ ഉണ്ടായിരിക്കും. അതേപോലെ ഈ TDS റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഈ ഫോംസ് ഒക്കെ അതിൻ്റെ പേർപ്പസ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഫോംസ് പ്രൊവൈഡ് ചെയ്യുക. TDS റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അത് പേർപ്പസ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഫോംസ് പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് ഏതൊക്കെ ഫോംസ് നോക്കാം. അപ്പോൾ ഫോം നമ്പർ, ട്രാൻസാക്ഷൻ റിപ്പോർട്ടഡ് ഇൻ ദ റിട്ടേൺ, ഡ്യൂ ഡേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫയൽ ചെയ്യാനാണ് ഫോം 24Q TDS ഓൺ സാലറി ആണ്. ഡ്യൂ ഡേറ്റ് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31st ജൂലൈ, സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ഡ്യൂ ഡേറ്റ് 31st ഒക്ടോബർ, തേർഡ് ക്വാർട്ടറിൻ്റെ ഡ്യൂ ഡേറ്റ് 31st ജാനുവരി, ഫോർത്ത് ക്വാർട്ടറിൻ്റെ ഡ്യൂ ഡേറ്റ് 31st മെയ് ആണ്.
ഇനി ഫോം 27Q. ഫോം 27Q എന്ന് പറയുന്നത് TDS on all payments made to non-residents except salary ആണ്. Q1 31st July, Q2 31st October, Q3 31st January, Q4 31st May. ഇനി ഫോം 26Q പറയുന്നത് 26QB പറയുന്നത് TDS on salary of property ആണ്. TDS on salary of property. ഇത് വന്ന് ടാക്സ് ഡിഡക്ട് ചെയ്തത് തൊട്ടുള്ള 30 ദിവസം വരെയാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞത്. ടാക്സ് ഡിഡക്ട് ചെയ്തത് തൊട്ടുള്ള 30 ദിവസം വരെ. ഇനി ഫോം 26QC TDS on rent ആണ്. ഫോം 26QC TDS on rent ആണ്. ഇതിൻ്റെയും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് TDS ഡിഡക്ട് ചെയ്തത് തൊട്ടുള്ള 30 ദിവസമാണ്. അപ്പോൾ ഇത്രയാണ് TDS റിട്ടേണിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക്, വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് TDS റിട്ടേൺ ക്യാൻ ബി ഫയൽ. TDS റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള വേസ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡ്സാണ് പറയുന്നത്. ഒന്ന് ഓഫ്ലൈൻ പ്രോസസ് ഓഫ് ഫയലിംഗ് ദ TDS റിട്ടേണും സെക്കൻഡ് ഓൺലൈൻ പ്രോസസ് ഓഫ് ഫയലിംഗ് ദ TDS റിട്ടേണും. അപ്പോൾ ഓഫ്ലൈൻ പ്രോസസ് ഓഫ് ഫയലിംഗ് ദ TDS റിട്ടേണിൽ 4 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താ വെച്ചാൽ TIN NSDL വെബ്സൈറ്റിൽ ഒരു ഫയൽ ഫോർമാറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫയൽ ഫോർമാറ്റിലായിരിക്കണം നമ്മൾ റിട്ടേൺ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡിൽ പറയുന്നത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ഫയൽ ഫോർമാറ്റ് ഫയൽ വാലിഡേഷൻ യൂട്ടിലിറ്റി FVU യൂസ് ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. തേർഡ് സ്റ്റെപ്പ് പറയുന്നത് ഇപ്പോൾ ആ ഫയലിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ FVU അവിടെ ഒരു എറർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. അങ്ങനെ എറർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു FVU യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫയൽ വെരിഫൈ ചെയ്യണം. ഈ ഫയൽ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു .fvu ഫയൽ അവിടെ ജനറേറ്റ് ആവും. ആ ഒരു ഫയൽ നമ്മൾ TIN-FC സബ്മിറ്റ് ചെയ്യണം. ഈ .fvu ഫയൽ നമ്മൾ പെൻ ഡ്രൈവിലോ CD-യിലോ ആയിട്ട് സേവ് ചെയ്യണം. ആ ഒരു ഫയലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോം 27A സബ്മിറ്റ് ചെയ്യണം. പിന്നീട് അതിലൊരു ഓതറൈസ്ഡ് സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഓഫ്ലൈൻ പ്രോസസ്സ്. ഇനി ഓൺലൈൻ പ്രോസസ്സിൻ്റെ കേസ്. ഓഫ്ലൈൻ പ്രോസസ്സിൽ ഫസ്റ്റ് 3 സ്റ്റെപ്സ് തന്നെയാണ് ഓൺലൈൻ പ്രോസസ്സിലും വരുന്നത്. ഫസ്റ്റ് പറയുന്നത് TIN NSDL വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫയൽ ഫോർമാറ്റിൽ റിട്ടേൺ പ്രിപ്പയർ ചെയ്യണം. പിന്നെ സ്റ്റെപ്പ് 2 പറയുന്നത് ആ ഫയൽ ഫോർമാറ്റ് ഫയൽ വാലിഡേഷൻ യൂട്ടിലിറ്റി FVU യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. അതിലിനി എന്തെങ്കിലും സ്റ്റെപ്പ് 3 പറയുന്നത് അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ FVU ഒരു എറർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. അങ്ങനെ എറർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്താൽ വീണ്ടും ആ FVU യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. സ്റ്റെപ്പ് 4ൽ പറയുന്നത് ഈ ജനറേറ്റ് ചെയ്ത .fvu ഫയൽ നമ്മൾ ഇൻകം ടാക്സ് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻകം ടാക്സ് ഇന്ത്യ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. ഇൻകം ടാക്സ് ഇന്ത്യ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. എന്നിട്ട് അവിടെ നമ്മുടെ യൂസർ ID എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ID എന്ന് പറയുന്നത് TAN ആയിരിക്കും. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ TDS ടാബിൻ്റെ അണ്ടറിലുള്ള അപ്ലോഡ് TDS നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഫോർത്ത് സ്റ്റെപ്പ് പറയുന്ന അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യണം. ഫിഫ്ത്ത് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ TDS ZIP ഫയൽ DSC മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റി യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ഉള്ള സിഗ്നേച്ചറോടൊപ്പം നമ്മൾ TDS ZIP ഫയൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒരു സക്സസ്ഫുൾ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ നമ്മുടെ ഇമെയിൽ ID-യിലേക്ക് ഒരു കൺഫർമേഷൻ മെയിലും വരും. ഇനി ഈ കൺഫർമേഷൻ അത് കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി വാലിഡേറ്റ്, അതായത് കൺഫർമേഷൻ മെയിൽ വരും. അതിലൊരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡും കൊടുത്തിട്ട് ക്ലിക്ക് ഓൺ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺലൈൻ പ്രോസസ്സ്. ഇനി ഇവിടെ ഫയലിംഗ് ഓഫ് TDS റിട്ടേൺസിൻ്റെ ഡ്യൂ ഡേറ്റ്സ് പറയുന്നുണ്ട്. ക്വാർട്ടർ പീരീഡ്, ഡ്യൂ ഡേറ്റ് ടു ഫയൽ TDS ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂൺ ആണ്. അവരുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ 31st July ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ്. അവരുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ 31st October ഓഫ് ദ സെയിം ഫിനാൻഷ്യൽ ഇയർ. പിന്നെ തേർഡ് ക്വാർട്ടർ പീരീഡ് എന്ന് പറയുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആണ്. അവരുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ 31st January ഓഫ് ദ സെയിം ഫിനാൻഷ്യൽ ഇയർ. പിന്നെ ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയുന്നത് ജാൻവരി ടു മാർച്ച് ആണ്. അതിൻ്റെ
ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ 31st May ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ടി ഡി എസ് സർട്ടിഫിക്കറ്റ്സ് ആണ്. ടി ഡി എസ് സർട്ടിഫിക്കറ്റ്സ്, ഈ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ഡിഡക്റ്റിക്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് മെയിൻലി രണ്ട് ടൈപ്സ് ആണുള്ളത്. അതായത് ഫോം 16 ആൻഡ് ഫോം 16A. ഡിഡക്ടറി ഇഷ്യൂ ചെയ്യുന്ന ടി ഡി എസ് സർട്ടിഫിക്കറ്റ്സ് മെയിൻലി രണ്ട് ടൈപ്സ് ആണുള്ളത്, ഫോം 16 ആൻഡ് ഫോം 16A ആണുള്ളത്. ഇനി ഈ ടി ഡി എസ് സർട്ടിഫിക്കറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫോം 16 എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഓഫ് ടി ഡി എസ് ഓൺ സാലറി പേയ്മെൻ്റ് ആണ്. അവരുടെ ഫ്രീക്വൻസി ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് ഇയർലി ആണ്. ഡ്യൂ ഡേറ്റ് 31st May ആണ്. ഫോം 16A എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ടി ഡി എസ് ഓൺ നോൺ സാലറി പേയ്മെൻ്റ് ആണ്. അവരുടെ ഫ്രീക്വൻസി ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് ക്വാർട്ടർലി ആണ്. ഡ്യൂ ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത് തൊട്ടുള്ള 15 days ആണ്. അപ്പോൾ ഫോം 16ഉം ഫോം 16A ആണ് മെയിൻലി പറയുന്ന രണ്ട് സർട്ടിഫിക്കറ്റ്. പിന്നെ വരുന്ന രണ്ട് ഫോംസ് ആണ് ഫോം 16B ആൻഡ് ഫോം 16C. അപ്പോൾ ഫോം 16B എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ടി ഡി എസ് ഓൺ സെയിൽ ഓഫ് പ്രോപ്പർട്ടി ആണ്. അവരുടെ ഫ്രീക്വൻസി ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് എവറി ട്രാൻസാക്ഷൻ ആണ്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് റിട്ടേൺസ് ഫയൽ ചെയ്തത് തൊട്ടുള്ള 15 days ആണ്. പിന്നെ ഫോം 16C എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ടി ഡി എസ് ഓൺ റെൻ്റ് ആണ്. അവരുടെ ഫ്രീക്വൻസി ഓഫ് സബ്മിഷൻ എവറി ട്രാൻസാക്ഷൻ ആണ്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 50 days ഫ്രം ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ആണ്. ഇനി ഈ ഒരു കേസിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മിസ്റ്റർ ഗുപ്ത ഒരു കമ്പനിയിലുള്ള ഒരു സാലറീഡ് എംപ്ലോയി ആണ്. ഗുപ്തൻ്റെ സാലറീൻ്റെ മുകളിൽ വരുന്ന ടാക്സ് ഡിഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ കമ്പനി ഗുപ്തയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫോം എന്ന് പറഞ്ഞാൽ ഫോം 16 ആണ്. ആ ഫോം 60ൽ സാലറി എത്ര എമൗണ്ട് ഓഫ് സാലറി പെയ്ഡ്, ടാക്സ് ഡിഡക്റ്റഡ് ഓൺ സാലറി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് കേസ് പറയുന്നത് മിസ്റ്റർ ഗുപ്ത ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ ഗുപ്തയ്ക്ക് പ്രൊഫഷണൽ ഫീസ് ആണ് ഓർഗനൈസേഷനിൽ നിന്നും റിസീവ് ചെയ്യുക. ആ ഒരു കേസിൽ ഗുപ്തയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫോം 16A ആയിരിക്കും. ഇനി അടുത്ത ടോപ്പിക്ക് ടി ഡി എസ് ക്രെഡിറ്റ്സ് ഇൻ ഫോം 26AS. ടി ഡി എസ് ക്രെഡിറ്റ്സ് ഇൻ ഫോം 26AS. അപ്പോൾ ഈ ഫോം 26AS സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇൻകം ടാക്സ് കളക്റ്റഡ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, ടാക്സ് പേയേഴ്സ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്, റെഗുലർ അസസ്മെൻറ്റ് ടാക്സ് ഉണ്ടായിരിക്കും. പിന്നെ ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്തിട്ടുള്ള റീഫണ്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതേപോലെ ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ നടത്തിയിട്ടുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 5 ഡീറ്റെയിൽസ് ആയിരിക്കും ഫോം 26A സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. ഈ ഫോം 26A സ്റ്റേറ്റ്മെൻറ്റ് വ്യൂ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാനിലേക്ക് എത്ര എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ആണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ടാക്സ് ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പാനിൽ അത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടി നമ്മളടുത്ത് ഡിമാൻഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും റീഫണ്ടിന് വേണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ഡിലേഡ് ആവും. അപ്പോൾ ഈ 26AS സ്റ്റേറ്റ്മെൻറ്റ് വ്യൂ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ എങ്ങനെയാണ് നമുക്ക് 26AS സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈനായിട്ട് വ്യൂ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു ഇ ഫയലിംഗ് വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26AS സ്റ്റേറ്റ്മെൻറ്റ് വ്യൂ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് വിസിറ്റ് ഇ ഫയലിംഗ് പോർട്ടൽ ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇ ഫയലിംഗ് പോർട്ടൽ വിസിറ്റ് ചെയ്യണം. എന്നിട്ട് ഹോം പേജിലുള്ള രജിസ്റ്റർ യുവർ സെൽഫ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ആവും. അത് കഴിഞ്ഞ് നമ്മൾ യൂസർ ടൈപ്പ് സെലക്ട് ചെയ്യണം. അതായത് ഇൻഡിവിജ്വൽ ആണോ, ഫേം ആണോ, കമ്പനിയാണോ. അപ്പോൾ അത് ആ യൂസർ ടൈപ്പ് സെലക്ട് ചെയ്യണം. യൂസർ ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ ബേസിക് ഡീറ്റെയിൽസിൽ എന്ന് പറയുന്നത് പാൻ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഓർ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഇമെയിൽ, മൊബൈൽ ഫോൺ. അപ്പോൾ ഇത്രയാണ് ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാവുക. അപ്പോൾ ഈ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആഫ്റ്റർ വെരിഫിക്കേഷൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ടുള്ള ആഫ്റ്റർ വെരിഫിക്കേഷനിൽ നമുക്ക് രജിസ്ട്രേഷൻ ഫോം
ഓപ്പൺ ആവും. ആ രജിസ്ട്രേഷൻ ഫോമിലും നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അതിൽ മാൻഡറ്ററി ആയിട്ട് എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ പാസ്വേഡ്, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓർ പ്രിൻസിപ്പൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, കറണ്ട് അഡ്രസ്സ്, സബ്സ്ക്രൈബ് ടു മെയിലിംഗ് ലിസ്റ്റ്, എനേബിൾ അലേർട്ട്സ്, റിമൈൻഡർ ആൻഡ് നോട്ടിഫിക്കേഷൻ, ക്യാപ്ച. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് വരും ടാക്സ് പേയേഴ്സിന്. അതിനുശേഷം സെവൻത്ത് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു കൺഫർമേഷൻ ഇമെയിലും വരും, അതിലൊരു ആക്ടിവേഷൻ ലിങ്കും വരും. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ടൊരു OTP വരും. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആക്ടിവേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിസീവ് ചെയ്തിട്ടുള്ള OTPയും അവിടെ എൻ്റർ ചെയ്യുക. അങ്ങനെ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് ഇവിടെ ആക്ടിവേറ്റഡ് ആവും. എന്നിട്ട് നയൻത്ത് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ഇ ഫയലിംഗ് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യണം. യൂസർ ID, പാസ്വേഡ്, ഡേറ്റ് ഓഫ് ബർത്ത് ഓർ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് ക്യാപ്ച യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഗോ ടു മൈ അക്കൗണ്ട് പോയിട്ട് വ്യൂ ഫോം 26 AS ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യണം. അപ്പോൾ വ്യൂ ഫോം 26 AS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വ്യൂ ചെയ്യുന്ന ഫോംസ് ഇതൊക്കെയാണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, പിന്നെ ടാക്സ് പേയേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്, റെഗുലർ അസസ്മെൻറ്റ് ടാക്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അസസ്മെൻറ്റ് ഇയർലി വരുന്ന റീഫണ്ട് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഓൺലൈനായിട്ട് ഫോം 26 AS സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടാക്സ് ലയബിലിറ്റി ഇൻ എ കേസ് വെർ TDS ഈസ് ഓൾറെഡി ഡിഡക്റ്റഡ് ഫ്രം ഇൻകം. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ സാലറീൻ്റെ കേസിൽ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻകം ടാക്സ് സ്ലാബിലുള്ള ആപ്ലിക്കബിൾ റേറ്റിലാണ് നമ്മളത് ഡിഡക്റ്റ് ചെയ്യുക. ഇനി സാലറി അല്ലാത്ത വേറെ ഇൻകത്തിൻ്റെ ടൈപ്സിൽ TDS റേറ്റ് പറഞ്ഞാൽ 10% അല്ലെങ്കിൽ 20% ആയിരിക്കും. അതേപോലെ നമ്മുടെ ടോട്ടൽ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ അല്ല ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ ടാക്സബിൾ ഇൻകത്തിൻ്റെ മുകളിലാണ്. നമ്മൾ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേ ചെയ്യാനുള്ള എമൗണ്ട് കിട്ടും. അതായത് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടും. ആ ബാലൻസ് ആയിരിക്കും നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു കേസിൽ എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിലും അതിനും വേണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്സ് ആൻഡ് ആപ്ലിക്കബിൾ TDS ആണ്. അപ്പോൾ TDSൻ്റെ അണ്ടറിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഇൻകംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ സാലറി, സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, third interest excluding interest on security, fourth prize money from winning games like a crossword puzzles, card, lottery, etc., fifth contractor payments, sixth insurance commission, seventh LIC maturity amount, eighth brokerage or commission, ninth transfer of immovable property, 10th compensation on acquiring immovable property, 11th payment of rent, 12th commission payment, 13th interest on bank deposit, 14th remuneration paid to director of the company. അപ്പോൾ ഇത്രയാണ് TDSൻ്റെ അണ്ടറിൽ വരുന്ന സോഴ്സസ് ഓഫ് ഇൻകംസ്. പിന്നെ TDSൻ്റെ അണ്ടറിൽ വരാത്ത TDSൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് പെയ്ഡ് ടു ദി സെൻട്രൽ ഓർ ദി സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ, second institution which are notified under non-TDS, third interest earned on KVP, NSC or Indira Vikas Patra scheme. KVP എന്ന് പറയുന്നത് കിസാൻ വികാസ് പത്രയാണ്, അതൊരു സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീമാണ്. NSC എന്ന് പറയുന്നത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ്, അതൊരു സ്മോൾ സേവിങ്സ് ആണ്. ഇന്ദിര വികാസ് പത്ര സ്കീംസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്കെയിൽ ഡിപ്പോസിറ്റ് സ്കീമാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഏൺ ഓൺ NRE അക്കൗണ്ട്സ്, പിന്നെ ഇൻട്രസ്റ്റ് ഏൺ ഫ്രം റിക്കറിംഗ് ഡിപ്പോസിറ്റ്സ് ഓർ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ ലാസ്റ്റ് പറയുന്നത് UTI, LIC ആൻഡ് അതർ ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇത്രയും ഇൻകമാണ് TDSൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് TDS കാൽക്കുലേഷൻ ആണ്.
അതായത് നമ്മൾ ഓരോ ഇൻകത്തിൻ്റെ കേസിലും ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ടി ഡി എസ് സോഴ്സിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ എലിജിബിൾ ആണോ അല്ലേ എന്ന് നമ്മൾ അവിടെ നോക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഇൻഡിവിജ്വൽസിനുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വിചാരിച്ചാൽ ഇൻഡിവിജ്വൽസിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് അവരുടെ ഇൻ കേസ് അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ലിമിറ്റിൻ്റെയും ബിലോയിലാണെന്ന് വരുന്നെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് അവരുടെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ പറയുന്നത് ടി ഡി എസിൽ വരുന്ന പേയ്മെൻറ്റ്സ് ആണ്. ഒന്ന് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഫീസ് ടു ലോയേഴ്സ് ആൻഡ് ഫ്രീലാൻസേഴ്സ്. അപ്പോൾ ഇതാണ് ടി ഡി എസ് കാൽക്കുലേഷനിൽ വരുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ് ഇലുസ്ട്രേഷൻ 1 പറയുന്ന ദ ആൻറ്റിസിപ്പേറ്റഡ് ടാക്സബിൾ സാലറി ഇൻകം ഓഫ് ശ്രീവിദ്യ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2019-20 ഈസ് ₹11,50,000 കമ്പ്യൂട്ട് ടി ഡി എസ്. അപ്പോൾ നമ്മൾ ടി ഡി എസ് ആണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ സാലറി ആയിട്ടുള്ള 11,50,000 മുകളിലുള്ള ടാക്സ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോർമൽ ടാക്സ് റേറ്റ് പ്രകാരം എബൌട്ട് 10 lakh ആണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് 30%. അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ടാക്സ് ഓൺ 11,50,000 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ 11,50,000 നിന്ന് നമ്മൾ 10 lakh റെഡ്യൂസ് ചെയ്യണം. 10 lakh റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന 1,50,000 നമ്മൾ 1,50,000 30% കാണണം. അതിന് 30% കാണുമ്പോൾ നമുക്ക് 45,000 കിട്ടും. ആ 45,000ൻ്റെ കൂടെ നമ്മൾ ഒരു 1,12,500 ആഡ് ചെയ്യണം. 1,12,500 ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,57,500 കിട്ടും. ഇതാണ് നമ്മൾ ടാക്സ് ഓൺ ഡ്രസ് 11,50,000 എമൗണ്ട് 1,57,500. ഇനി 3% സെസ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ 1,57,500ൻ്റെ 3% കാണുക. അപ്പോൾ 4,725 കിട്ടും. അതാണ് നമ്മുടെ സെസ്. അപ്പോൾ ഈ 1,57,500ഉം 4,725ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ടാക്സ് പേയബിൾ ആയിട്ട് 1,62,225 കിട്ടും. അത് നമ്മൾ നിയറസ്റ്റ് 5ലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പോൾ 1,62,230 കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇതാണ് 1,62,230 ആണ് നമ്മൾ ടാക്സ് പേയബിൾ ആയിട്ട് വരുന്ന എമൗണ്ട്. ഇനി ഇത് മന്ത്ലി ടി ഡി എസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1,62,230 ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. അപ്പോൾ നമുക്ക് 13,519 കിട്ടും. അതായിരിക്കും നമ്മുടെ മന്ത്ലി ടി ഡി എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ compute the TDS from the following particulars. Lottery gross rupees 3 lakh to 3A, a resident individual. Second, horse race rupees 1,50,000 to 3B, non-resident. Third, interest rupees 40,000 in unlisted debentures of Z Limited payable to M, a resident in India. Fourth, interest rupees 60,000 on securities listed payable to P, a resident in India. ഇവിടെ നമ്മൾ ടി ഡി എസ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലോട്ടറീൻ്റെ കേസ്, അപ്പോൾ നമുക്ക് ലോട്ടറീൻ്റെ കേസിൽ പറഞ്ഞ 3 lakh ആണ്. അപ്പോൾ അവരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 30%. അപ്പോൾ 3 lakh ഇൻറ്റു 30% ചെയ്യുമ്പോൾ നമുക്ക് 90,000 കിട്ടും. അതാണ് ലോട്ടറീൻ്റെ എമൗണ്ട്. ഇനി ഹോഴ്സ് റേസിൻ്റെ കേസിൽ 1,50,000 ഇൻറ്റു 30% ചെയ്യുക. ആ 30% ആണ് അവിടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 30% ചെയ്യുക. അപ്പോൾ നമുക്ക് 45,000 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ സെസ്സും കൂടെ ആഡ് ചെയ്യണം. ഈ 45,000 3% എടുക്കുമ്പോൾ 1,350 കിട്ടും. ഈ 1,350 ആണ് നമ്മുടെ സെസ് എന്ന് പറയുന്നത്. അപ്പോൾ 45,000 പ്ലസ് 1,350 ചെയ്യുമ്പോൾ 46,350 കിട്ടും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ അൺലിസ്റ്റഡ് ഡിബഞ്ചർ ആണ്. 40,000ൻ്റെ 10% കാണുക, 4,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ്. 60,000ൻ്റെ 10% കാണുക, 6,000. ഈ 4 എമൗണ്ട്സും കൂടെ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന 1,46,350 ആണ് ടി ഡി എസ്. ഓക്കെ, പിന്നെയും 3-4 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.
ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിട്ടേൺ TDS റിട്ടേൺ ആൻഡ് ദി അസോസിയേറ്റഡ് ഫോംസ് ആണ്. TDS റിട്ടേൺ ആൻഡ് ദി അസോസിയേറ്റഡ് ഫോംസ് ആണ്. TDS റിട്ടേൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. TDS റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ TDS ഡിഡക്ഷൻസ് ഡിപ്പോസിഷനും ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കുക. ഈ ഒരു TDS റിട്ടേൺ TDS ഡിഡക്ടർ ആയിരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ TDS ഡിഡക്ഷനിൽ പിന്നെ വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പെയറിൻ്റെയും പേയിൻ്റെയും പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, പിന്നെ ഗവൺമെൻറ്റിലേക്ക് നടത്തിയിട്ടുള്ള പേയ്മെൻറ്റ്സിനെ റിഗാർഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ്, പിന്നെ ചലാൻ ഇൻഫോർമേഷൻസ്, ഇതൊക്കെ ആയിരിക്കും TDS റിട്ടേണിൽ ഉണ്ടായിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇനി ഫോംസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഫോം 24Q സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് TDS ഡിഡക്റ്റഡ് ഫ്രം സാലറി, frequency of submission quarterly. Form 26Q statement containing details of TDS deducted from earning except salary, frequency of submission quarterly. പിന്നെ Form 26QB statement containing details of TDS deducted on income from the transfer of immovable asset and frequency of submission എന്ന് പറയുന്നത് should be submitted within 30 days from the end of month when the deduction is made. Form 26QC statement containing details of TDS deducted from payment of rent and frequency of submission എന്ന് പറഞ്ഞാൽ should be submitted within 30 days from the end of a particular month when the deduction is made. പിന്നെ Form 27Q എന്ന് പറഞ്ഞ statement containing details of TDS deducted on incomes earned from interest, dividend or other sum payable അതിൻ്റെ frequency of submission എന്ന് പറയുന്നത് ക്വാർട്ടർലി ആണ്. പിന്നെ ഇവിടെ ഒരു നോട്ട് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ TDS ഡിഡക്ട് ചെയ്യുന്ന പേഴ്സൺസ് ടാക്സ് പേയേഴ്സിന് ഒരു അക്നോളജ്മെൻറ്റ് ഫോം പ്രൊവൈഡ് ചെയ്യണം. ആ അക്നോളജ്മെൻറ്റ് ഫോം എന്ന് പറയുന്നൊരു പ്രൂഫാണ്. അതിൽ എത്ര എമൗണ്ട് ആണ് ഡിപ്പോസിറ്റ് ചെയ്തത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് പേ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതേപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതേപോലെ പേയി ആൻഡ് പെയർ ഡീറ്റെയിൽസും ടാക്സ് ഡിഡക്ഷൻ ഡേറ്റും ക്രെഡിറ്റ് സബ്മിഷൻ ഡേറ്റും ഒക്കെ ഉണ്ടായിരിക്കും.